ശബരിമലയിലെ സ്ത്രീകളുടെ പ്രവേശനത്തിൽ അഭിഭാഷകരെ ഭീഷണിപ്പെടുത്തിയത് അതീവ ഗൗരവതരമായതെന്ന് സുപ്രീം കോടതി. അഭിഭാഷകൻ പിന്മാറിയാലും കേസ് തുടരുമെന്നും സുപ്രീം കോടതി പറഞ്ഞു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി എം സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്? മറ്റു വിവരങ്ങൾ കൂടി. അജിംഷാദ്, ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കണം എന്ന് ചൂണ്ടിക്കാണിച്ച് ഹർജി നൽകിയ യങ് ലോയേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് നൌഷാദ് അഹമ്മദ് ഖാൻ. ഈ നൌഷാദ് അഹമ്മദ് ഖാന് ഈ കോടതി കഴിഞ്ഞ ദിവസം നിരീക്ഷണം നടത്തിയതിന് ശേഷം വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഭീഷണി കോളുകളും സന്ദേശങ്ങളും എല്ലാം തന്നെ ലഭിച്ചിരുന്നു. അതോടൊപ്പം തന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും വലിയ രീതിയിലുള്ള ഭീഷണിയെല്ലാം നേരിടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. വിദേശ രാജ്യങ്ങളിൽ, ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഉൾപ്പെടെയാണ് ഇത്തരത്തിലുള്ള കോളുകൾ വന്നത്. കൊന്നുകളയും ും വീട് കത്തിച്ചു കളയുമെന്നും തുടങ്ങിയ ഭീഷണി സന്ദേശങ്ങളാണ് ലഭിച്ചിരുന്നത്. ഈ കാര്യം ഇന്ന് സുപ്രീം കോടതിയിലെ അഭിഭാഷകരുടെ സംഘടന ജസ്റ്റിസ് ദീപക് മിശ്രയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഈ കാര്യം പരിഗണിച്ചുകൊണ്ടാണ് ദീപക് മിശ്ര വളരെ ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഗൗരവകരമായിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ തന്നെ നടത്തിയിട്ടുള്ളത്. ജസ്റ്റിസ് ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഈ കേസിന്റെ ഭരണഘടനാപരമായ കാര്യങ്ങൾ മാത്രമാണ് കോടതി ഇപ്പോൾ പരിശോധിക്കുന്നത്. ഇതിന്റെ മെറിറ്റിലേക്ക് പോലും കോടതി കടന്നിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ അഭിഭാഷകനെ ഭീഷണിപ്പെടുത്തിയ, ഈ ഹർജിക്കാരെ ഭീഷണിപ്പെടുത്തുന്ന നടപടി അതീവ ഗൗരവതരമാണ്. ഇനി ഈ ഭീഷണിയുടെ ഫലമായോ എന്തോ ആകട്ടെ, ഇതിൽ നിന്നും അഭിഭാഷകർ പിന്മാറിയാൽ പോലും ഇത് അമിക്കസ് ക്യൂറിയെ വെച്ച് ഈ കേസ് കോടതി മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് ജസ്റ്റിസ് ദീപക് മിശ്ര ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ കേസിന്റെ ഭരണഘടനാപരമായ കാര്യങ്ങൾ കോടതി പരിശോധിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ദീപക് മിശ്ര അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് ഈ ഹർജിയിൽ വാദം കേട്ട കോടതി ശബരിമലയിൽ എന്തുകൊണ്ട് സ്ത്രീകൾക്ക് പ്രവേശനം നൽകിക്കൂടാ എന്നുള്ള ഒരു ചോദ്യം ഉന്നയിച്ചത്. ഈ ചോദ്യം ഉന്നയിച്ചതിന് ശേഷം ഇത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്കുമെല്ലാം തന്നെ വിധേയമായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ അഭിഭാഷകന് നേരെ ഭീഷണി ഉണ്ടായത്. ഈ ഭീഷണി ജസ്റ്റിസിന്റെ ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നിരീക്ഷണം കോടതി നടത്തിയിരിക്കുന്നത്. തിങ്കളാഴ്ച ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങളിലേക്ക് കോടതി കടക്കും. അജിംഷാദ്. ശരി സന്തോഷ്, സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. സന്തോഷ്, അമിക്കസ് ക്യൂറിയെ വെച്ച് കേസ് നടത്തും ഇത്തരത്തിൽ പോയാലും, അഭിഭാഷകർ പിന്മാറിയാലും എന്നുകൂടി സുപ്രീം കോടതി പറയുന്നു. എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? അജിംഷാദ്, ശബരിമലയുമായി ബന്ധപ്പെട്ട ഈ കേസിനെ അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് സുപ്രീം കോടതി കാണുന്നത് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇന്ന് നടത്തിയിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ. ഇതിൽ തന്നെ ഈ ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് യങ് ലോയേഴ്സ് അസോസിയേഷനാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. ഈ അസോസിയേഷന്റെ പ്രസിഡന്റ് നൌഷാദ് അഹമ്മദ് ഖാന് ഈ കഴിഞ്ഞ ദിവസം കോടതി നിരീക്ഷണങ്ങൾ നടത്തിയതിനു ശേഷം പല കോണുകളിൽ നിന്നും ഭീഷണി സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു. ഫോണിൽ നേരിട്ട് വിളിച്ചും അതുവഴി സമൂഹ മാധ്യമങ്ങൾ വഴിയും എല്ലാം തന്നെ കൊലപ്പെടുത്തും എന്നതുൾപ്പെടെയുള്ള ഭീഷണി സന്ദേശങ്ങളാണ് ലഭിച്ചിരുന്നത്. ഇത്തരത്തിൽ ഭീഷണി ലഭിച്ച കാര്യം സുപ്രീം കോടതിയിലെ അഭിഭാഷകരുടെ സംഘടനയാണ് ജഡ്ജിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട ജഡ്ജ് ഈ ഭീഷണി സന്ദേശങ്ങൾ, ഇത്തരത്തിൽ അഭിഭാഷകനെ, ഹർജിക്കാരനെ ഭീഷണിപ്പെടുത്തുന്ന നടപടി അതീവ ഗൗരവമുള്ളതാണ് എന്ന് നിരീക്ഷിച്ചു. ഇനി അഭിഭാഷകർ ഈ കേസിൽ നിന്ന് പിന്മാറിയാൽ പോലും അമിക്കസ് ക്യൂറിയെ വെച്ച് കേസ് മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് ജസ്റ്റിസ് ദീപക് മിശ്ര ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. സുപ്രീം കോടതി ഈ കേസിന്റെ ഭരണപരമായ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. കേസിന്റെ മെറിറ്റിലേക്ക് പോലും സുപ്രീം കോടതി കടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലെന്നും ജഡ്ജ് വ്യക്തമാക്കുകയുണ്ടായി. തിങ്കളാഴ്ച ഇത്തരത്തിൽ ഭീഷണി സന്ദേശം നൽകിയവരുടെ വിശദാംശങ്ങളെല്ലാം കോടതിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവർക്കെതിരെ നടപടി വേണമോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തിങ്കളാഴ്ച കോടതി തീരുമാനമെടുക്കും. അജിംഷാദ്. ശരി സന്തോഷ്, സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്.